നമസ്കാരം. 2026 ജൂലൈ മാസത്തെ ഇടവക്കൂറുകാരുടെ പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ 2 പാദം അടങ്ങിയ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ പൊതു ചാരഫലം എന്താണെന്ന് നോക്കാം. ഇവരുടെ രാശ്യാധിപനായ ശുക്രൻ 3-ാം ഭാവത്തിലും 12-ഉം 7-ഉം ഭാവാധിപനായ കുജൻ ജന്മത്തിലും വ്യാഴം 3-ാം ഭാവത്തിലും ആണ്. കുജനും വ്യാഴവും അനിഷ്ടസ്ഥാനത്ത് ആണ് എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് 2026 ജൂലൈ മാസം എന്ന് സമാധാനിക്കാം. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ തൊഴിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ്. പ്രൊമോഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മാറ്റം ഉള്ളവർക്ക് അനുകൂല സ്ഥിതിയിലുള്ള തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജോലിയിടങ്ങളിൽ ദേഷ്യം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുജൻ ജന്മത്തിൽ ആയതുകൊണ്ട് തന്നെ ദേഷ്യം വർദ്ധിക്കുവാനുള്ള സമയം കൂടിയാണ്. അത് ശ്രദ്ധിച്ച് തൊഴിലിടങ്ങളിൽ എടുത്തുചാട്ടം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ് നേട്ടം ഉണ്ടാകുവാനും ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുവാനും ഇവർക്ക് സാധ്യത കാണുന്നു. പങ്കാളിത്ത ബിസിനസ് നടത്തുന്നവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവിചാരിതമായി തൊഴിൽ തർക്കം ഉണ്ടാവാതെ നോക്കേണ്ടതുണ്ട്. ധനപരമായി നോക്കുകയാണെങ്കിൽ വ്യാഴം അത്ര അനുകൂല സ്ഥിതിയിലല്ലെങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും ധനപരമായിട്ട് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനം വർദ്ധിക്കുകയും നിക്ഷേപം കൂട്ടുവാനും ഈ സമയത്ത് ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം വന്നു ചേരുന്ന വർഷമാണ്. എങ്കിലും ചിലവ് വർദ്ധിക്കുവാനും ഉള്ള സാധ്യതയുണ്ട്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ അധികം സുതാര്യതയോടെ ചെയ്യേണ്ടതുണ്ട്. ദാമ്പത്യപരമായി നോക്കുകയാണെങ്കിൽ ദമ്പതികൾ ദേഷ്യം നിയന്ത്രിക്കേണ്ടതുണ്ട്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ഈ സമയത്ത് ഇവർക്ക് അത്യാവശ്യമാണ്. തർക്കങ്ങൾ ഉണ്ടാവാതെയും ഉണ്ടെങ്കിൽ തന്നെ അത് നീട്ടിക്കൊണ്ടുപോകാതിരിക്കാനും ഇവർ അതീവ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്. പ്രണയിനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ തെറ്റിദ്ധാരണ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. തർക്കങ്ങൾ ഉണ്ടാവാതെ ഇവരും സൂക്ഷിക്കേണ്ട സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനം വരുവാനുള്ള സാധ്യതയുമുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ തമ്മിൽ ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതുവഴി മനോവിഷമം ഉണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു മാസമാണ്. മികച്ച വിജയം നേടുവാൻ കഴിയുന്നതാണ്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. വാഹനയാത്ര അതീവ ശ്രദ്ധ ഈ സമയത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് ശ്രദ്ധ വളരെ കൂടുതൽ വേണ്ട സമയമാണ്. കുജൻ ജന്മത്തിൽ ആയതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതൽ ഉള്ള സമയമാണ്. ആരോഗ്യകരമായി മെച്ചപ്പെട്ട സ്ഥിതി കാണുന്നുണ്ടെങ്കിലും രോഗികൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉഷ്ണരോഗം, രക്തസംബന്ധമായ രോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ആരോഗ്യപരമായി വലിയ കുഴപ്പമൊന്നുമുള്ള സമയമല്ല. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം സാധിക്കുവാനുള്ള സമയം കൂടിയാണ്. ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് നടന്നു കിട്ടുന്നതാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സം മാറിക്കിട്ടുകയും അതിനുള്ള അവസരം വന്നു ചേരുകയും ശ്രമത്തിന് ഫലം ലഭിക്കുകയും ആണ്. സഹോദരന്മാരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വേണ്ടപ്പെട്ടവർ തമ്മിൽ നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാരണമൊന്നും ഇല്ലാതെ തന്നെ തർക്കങ്ങളോ അകൽച്ചയോ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വാക്കുകൾ വളരെ അധികം ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ്. പൊതുവെ പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് 2026 ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ്. ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി വ്യാഴപ്രീതി വരുത്തേണ്ടതുണ്ട്. അതിനായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഗുണകരമായിരിക്കും. കൂടാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇളനീര് അഭിഷേകം,
മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുക, ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നിവ ചെയ്താൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്ന മാസമായിരിക്കും.